എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ഞാൻ എടുത്ത എഫേർട്ട് ഞാൻ 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 എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടോ എത്രത്തോണ്ട് ഞാൻ പ്രതിസന്ധികൾ നേരിട്ടുണ്ട്, അത്ര ഒന്നും വേറെ ആരും പക്ഷേ ഈ കലാഫീൽഡിൽ നേരിട്ടുണ്ടാവില്ല എന്ന് പറയാം. ഉം. അങ്ങനെയൊക്കെ വന്ന കാരണം ഒരു പാട്ട് കേൾക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്നല്ലേ വന്നത്. സത്യം. ഇപ്പോഴും പാട്ട് പഠിച്ചിട്ടില്ല പിന്നെ? ഇല്ല, ഇപ്പോഴും എനിക്കൊന്നും പഠിക്കണം തോന്നിയിട്ടില്ല? അതുപോലെ പാട്ടിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുമ്പോൾ നമുക്ക് അത് തോന്നില്ല ചില ആളുകൾ പറയുവേ, എടാ നീ പഠിക്കണ്ടോ, നീ ഇങ്ങനെ പഠിച്ച അതിന്റെ ഒരു പഠിച്ചാ പോവുമായിരിക്കും. അതായിരിക്കും. അതായിരിക്കും. പഠിച്ചിട്ടല്ലല്ലോ ഇപ്പോൾ ഞാൻ അത് സംഭവം ശിക്കാരി സംഭവം ആയതാണെങ്കിൽ കൂടി നമ്മളിപ്പോൾ സുലൈഖ മനസ്സിൽ ആ ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ മ്യൂസിക് ലിറിക്സിൻ്റെ ഭാഗത്ത് എൻ്റെ പേര് എഴുതി കാണിച്ചില്ലേ, അതൊരു പക്ഷെ പഠിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. സത്യം. അങ്ങനെ വിശ്വസിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അന്ന് ഈ പാട്ടുകൾ എഴുതുന്ന സമയത്തെ ഈ ഞാൻ കിട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണെന്നൊക്കെ പറയുമ്പോ, ഇപ്പൊ ഇന്ന് പറയുമ്പോ നമ്മളിപ്പോ അങ്ങനെ കുറെ പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അന്ന് ഇറങ്ങുമ്പോ ഭാര്യ എന്താ പറഞ്ഞ ആക്ച്വലി? അല്ല, ഭാര്യക്ക് അത് ആ സമയത്ത് ഫീൽ ചെയ്തിരുന്നു. ഞാനത് ആ വരി കുറേ വട്ടം മാറ്റാൻ നോക്കിയതാണ്. പക്ഷെ ആ വരി മാറ്റിയാൽ പിന്നെ ആ പാട്ടില്ല. ഇല്ല, അതിന്റെ ഒരു ഭംഗി പോകും. അപ്പൊ പടുത്ത് ഭാര്യ എന്നോട് അത് തുറന്നു പറഞ്ഞു. ആ സമയത്ത് എനിക്ക് നല്ല ഇപ്പോഴാണോ പറയണേ? അന്ന് പറഞ്ഞില്ല? ഇല്ല. ആ സമയത്ത് എന്താന്ന് വെച്ചാലേ, ഞാൻ ഈ തിരക്കുകളായിട്ട് പോകുന്ന സമയം, പിന്നെ എൻ്റെ പ്രായം എത്രയല്ലേ ഉള്ളൂ, ഫാമിലിയോട് അങ്ങനെ ഇന്ന് ഞാൻ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഫാമിലിയോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയില്ല. എൻ്റെ പ്രായം അതാ. അപ്പം ആ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. എടി ഇങ്ങനെ ഒരു പാട്ട്, ഞാൻ ഈ പാട്ട് കേട്ട് നോക്കുന്ന പറഞ്ഞിട്ട് പ്ലേ ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ അവർ ഇതറിയല്ലേ. പക്ഷെ പാവം അവള് ആണെങ്കിൽ ഒരു പരാതി ആ പാട്ടിൽ ബാക്കി എഴുതിയ കാര്യങ്ങളൊക്കെ സത്യം, ഒരു പരാതിയോ പരിഭവമോ ഒന്നും പറയാത്ത. അപ്പോൾ ഇപ്പം അടുത്ത തുറന്നു പറഞ്ഞതിന് ശേഷം ഞാൻ അവളെ കുറിച്ച് വീണ്ടും ഒരു പാട്ട് എഴുതിയിരുന്നു. പക്ഷെ ആ പാട്ട് അധികാരം കേൾക്കുന്നില്ല. ഇപ്പോഴും ഞാൻ പോകുന്ന സ്റ്റേജിൽ ഞാൻ കെട്ടിയ പെണ്ണ് എന്ന് പറഞ്ഞ പാട്ട് പാടൽ നിർബന്ധമാണ്. ഞാൻ പാടാൻ മാറാൻ ശ്രമിക്കുമ്പോഴും ആളുകൾക്ക് ആ പാട്ട് നിർബന്ധം പാടണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ വരി മാറ്റാൻ നോക്കിയാണ്. പക്ഷെ ബാക്കിയുള്ള വരിയൊക്കെ അടിപൊളിയല്ലേ, നിന്നെക്കുറിച്ച് പൊന്തിച്ചിട്ടില്ലേ പറഞ്ഞതൊക്കെ. പക്ഷെ ആദ്യത്തെ വരി പോയില്ലേ? അപ്പൊ എന്നോട് പറഞ്ഞു, പുള്ളിക്കാരി പറഞ്ഞിരുന്നെങ്കിലോ അതൊരു കോൺട്രോവേഴ്സിയാണ് സത്യത്തില്, അല്ലേ? അല്ല, അവരെ അത് സത്യത്തില് അവൾ ആ സമയത്ത് നന്നായി അത് ഇപ്പോഴും അത് പറയണെങ്കിൽ അത് സങ്കടമുണ്ടാവും. പാവട്ടോ. പക്ഷെ ഞാൻ എന്നിട്ട് ആ പാട്ട് ഇപ്പൊ അങ്ങനെ കേൾക്കാൻ ശ്രമിക്കാറ്. പക്ഷെ എവിടെ പോയാലും ആ പാട്ട് വേണം. അത് മാത്രല്ല, ഇപ്പൊ ഞാനൊരു റെസ്റ്റോറന്റിൽ കയറിയെന്ന് വിചാരിക്കുക, അവരപ്പ പ്ലേ ചെയ്യും ഈ പാട്ട്. ഞാനിതൊന്നും മറക്കാൻ ശ്രമിക്കുന്നു.